വിഷുവിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. കണിയൊരുക്കി വിഷുവിനെ വരവേറ്റ ഓരോ മലയാളികളുടെയും ഓർമ്മകളിൽ വിഷുവിനെക്കുറിച്ച് കേട്ടുവളർന്ന അനവധി ഐതിഹ്യങ്ങളും ആചാരങ്ങളുമുണ്ട്. കണിയൊരുക്കുന്ന സമയത്തിനും രീതിക്കും പോലും പ്രത്യേകതകളുണ്ട്. രേണുക രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം എത്തിയിരിക്കുകയാണ്. വിഷുക്കണി ഏത് സമയത്ത് കാണണം, വിഷുക്കണി വെക്കേണ്ട ചില ശാസ്ത്രീയ വശങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ചില സംശയങ്ങൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ചോദിക്കാനായിട്ട് രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സെക്രട്ടറി മുരളീധര ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. കണി കാണേണ്ട ഒരു സമയം, കൃത്യമായിട്ടുള്ളൊരു പുലർച്ചയിലുള്ളൊരു സമയം രാമമുഹൂർത്തം എന്ന് പറയും. അതായത് ദേവയാമം എന്ന് പറയുന്നത്, ദേവയാമം ബ്രാഹ്മമുഹൂർത്തം വെളുപ്പിന് 3 മണി മുതലാണ് കണി കാണുന്നത്. അതാണ് അതിൻ്റെ സമയം. 3 മണി മുതൽ 5 മണി വരെയാണ് സാധാരണഗതിയിൽ. പല ക്ഷേത്രങ്ങളിലും 5 മണി കഴിഞ്ഞ് കണി വയ്ക്കാറുണ്ട്. ഇവിടെ 3:30 മണിക്കാണ് കണി ദർശനം. നട തുറന്ന് ഭക്തജനങ്ങളെ കണി കാണിക്കുകയാണ്. നമ്മൾ ഈ കണി കാണുമ്പം എന്തൊക്കെ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ് കൂടുതലായിട്ട് വെക്കേണ്ടത്? ഇതിന് ദൈവവിശ്വാസത്തിനോടൊപ്പം തന്നെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കൊയ്ത്തുത്സവം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഫലമൂലാദികളും, മാമ്പഴം, ചക്ക, കണിവെള്ളരിക്കയെങ്കിലും മുഖ്യം സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, പിന്നെ എല്ലാ പഴവർഗ്ഗങ്ങളും വയ്ക്കും. പിന്നെ നാളികേരം ഉടച്ച് അതിനകത്ത് കിഴി കെട്ടി എണ്ണ ഒഴിച്ച് തിരി കത്തിക്കും. ഓട്ടുരുളിയിലാണ് ഇതെല്ലാം വെക്കുന്നത്. സ്വർണ്ണ നിറമുള്ള ഓട്ടുരുളിയായിരിക്കും. അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് അകത്തെ എല്ലാ വിളക്കുകളും കത്തിച്ച് നട തുറന്ന് കണി കാണാൻ ഭക്തജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് കണി ദർശനം. കണി കണ്ടു കഴിഞ്ഞാൽ കൈനീട്ടം മേടിക്കുക. ഇവിടെ മേശാന്തി എല്ലാവർക്കും വരുന്നവർക്ക് കണിപ്രസാദത്തോടും കൈനീട്ടവും കൊടുക്കും. വീടുകളിലാണെങ്കിൽ മൂത്ത കാർന്നവന്മാരും. അതാണ് കണി കാണലും കണി ദർശനവും കൈനീട്ടു. ഓട്ടുരുളിയിൽ ആദ്യം വെക്കേണ്ട ഒരു ഫലം ഏതാണെന്നാണ്? ആദ്യം ഉണക്കലരി വിതറുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നാളികേരം വെച്ച് കിഴി വെച്ച് കത്തിക്കുകയാണ്. എന്നിട്ട് ഓട്ടുരുളിയുടെ പുറത്ത് ചക്ക വയ്ക്കുകയാണ്. ഓട്ടുരുളിക്കകത്ത് പഴുത്ത സ്വർണ്ണ നിറമുള്ള മാമ്പഴം, കണിവെള്ളരിക്ക ഇത് വയ്ക്കും. പിന്നെ വെറ്റില അടയ്ക്കുക. പല രീതിയിൽ ചിലയിടത്ത് വെറ്റില അടയ്ക്കാൻ വയ്ക്കും, ചിലയിടത്ത് വയ്ക്കില്ല. മുഖ്യമായിട്ടും കണിവെള്ളരിക്ക, ചക്ക, മാമ്പഴം ഇതാണ് സാധാരണഗതിയിൽ വയ്ക്കുന്നത്. പിന്നെ എല്ലാ ഫലമൂലാദികളും വയ്ക്കണം. പഴയ രീതിയിലുള്ളൊരു വിഷുക്കണിയൊക്കെ എങ്ങനെയായിരുന്നു പണ്ട് കാലത്തെ? പണ്ടും വിഷുക്കണി ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നും കാർഷിക സംസ്കാരം ഇതേമാതിരി തന്നെയാണ്. നട തുറക്കുന്നതിന് മുമ്പ് ഈ വെള്ളരിക്കയും ഒട്ടുരുളിയും ഉണക്കലരിയും എല്ലാം വെച്ച് കത്തിച്ച് നട തുറന്ന് ഭഗവാനെ കണി കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശം. അന്നത്തെ ഒട്ടും വ്യത്യസ്തമല്ല. അതേമാതിരി തന്നെയാണ് ആചാരം തുറന്നു വരുന്നത്. ഇതിട്ട് പ്രത്യേകതയില്ല. പിന്നെ പലരും ഇപ്പോൾ കൊന്നപ്പൂവിന് പകരം ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂവുണ്ട്. കൊന്നപ്പൂ എന്ന് പറഞ്ഞാൽ അതിന് ഐതിഹ്യപരമായിട്ട് ഭഗവാൻ കാലിലൊക്കെ മണി വലിച്ചെറിഞ്ഞപ്പോൾ അത് കൊന്നപ്പൂവായിട്ട് എന്ന് നീ എന്നെ ആരാധിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊന്നപ്പൂവിന് ഈ വിഷുവിൽ ഇത്രയും പ്രാധാന്യം വന്നത്. ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊന്നപ്പൂ. വിഷുക്കണി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷു സദ്യ, അല്ലെങ്കിൽ വിഷുവിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന വിഷു അടകൾ എന്നൊക്കെ പറയുമ്പോൾ വിഷു പൊഴുക്ക് പോലും പല ദേശങ്ങളിലും വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു വിഷുക്കണിയുടെ കൂട്ടത്തിലുള്ള ഒരു വിഭവം കൂടി ആണ്. ഇവിടെ ഈ മധ്യ കേരളത്തിൽ പ്രധാനമായിട്ട് വിഷുപ്പുഴുക്ക് അട അങ്ങനെ ഒരു സങ്കല്പമില്ല. ഇവിടെ എന്ന് വെച്ചാൽ 4 വെച്ച് സദ്യയാണ്. അവിയൽ, കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, പാൽപ്പായസം. ഇതാണ് ഇവിടുത്തെ വിഷു സദ്യ. കാലദേശങ്ങൾക്കനുസരിച്ച് ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ്. ഇവിടെ പുഴുക്കും അടയുടെയും പതിവില്ല. കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി ഇങ്ങെത്തിക്കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.